ശരി, റിയാസ് ഭീതി വിട്ടുമാറുന്നില്ല. ഇപ്പോൾ എറണാകുളത്തു നിന്ന് വരുന്ന വാർത്ത അതിലേറെ ഭയമുണ്ടാക്കുന്നതാണ്. എറണാകുളത്ത് H1N1 വ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ വിവരമുള്ളത്. 11 പേർക്ക് H1N1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം 134 പേർക്ക് രോഗലക്ഷണമെന്നും ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകുന്നത്. നിതിൻ, ഇത് ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമായി കാണേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വിവരം? ഫിജി പറഞ്ഞതുപോലെ തന്നെ ഏറെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് എറണാകുളത്തെ H1N1 വ്യാപനം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം H1N1 ബാധിച്ച 4 വയസ്സുള്ള കുട്ടി മരിച്ചിരുന്നു. ഇതിന് പിന്നാലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രോഗവ്യാപനം ഉണ്ടാകില്ല എന്നാണ് ആരോഗ്യവകുപ്പും നമ്മളും എല്ലാം കരുതിയത്. എന്നാൽ ഇന്ന് ഏറ്റവും അവസാനം ആരോഗ്യവകുപ്പിൽ നിന്നും ലഭിക്കുന്ന കണക്ക് പ്രകാരം നിലവിൽ 11 പേർക്ക് H1N1 പനി സ്ഥിരീകരിച്ചിരിക്കുന്നു. 134 പേർ രോഗലക്ഷണവുമായി ചികിത്സയിലുണ്ടെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുകയാണ്. അതായത് അത് ഒരു നേരത്തെ കുട്ടി മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പോ രോഗം ജില്ലയിൽ പടർന്നിട്ടുണ്ടാകാം എന്നാണ് ഈ കണക്കിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടി മരിച്ചതോടെയാണ് ജില്ലയിൽ H1N1 പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം ആരോഗ്യവകുപ്പ് പറഞ്ഞത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല, 2 പേർക്ക് കൂടി രോഗലക്ഷണം ഉണ്ട് എന്നായിരുന്നു. എന്നാൽ ഇന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഈ കണക്ക് പ്രകാരമാണ് 11 പേർക്ക് H1N1 സ്ഥിരീകരിച്ചതും 134 പേർ രോഗലക്ഷണവുമായി നിലവിൽ ചികിത്സയിൽ കഴിയുന്നതും. ഒരുപക്ഷെ കണക്ക് ഇതിലും കൂടുതൽ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട്. സർക്കാർ ആശുപത്രികളടക്കം പരിശോധന നടത്തിയ ആളുകളുടെ ഫലം ഉച്ചയ്ക്ക് ശേഷമാണ് വരിക. അതിനുശേഷം രോഗികളുടെ എണ്ണം അല്ലെങ്കിൽ രോഗലക്ഷണവുമായി ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കുന്നത്. കാരണം ഇത് H1N1 വ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു സ്ഥിതിവിശേഷത്തിലേക്ക് അല്ലെങ്കിൽ ഏറെ ഗുരുതരമായ ഒരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നൊരു ആശങ്ക ആരോഗ്യവകുപ്പിനുമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മന്ത്രി അടക്കമുള്ള ആളുകൾ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജില്ലയിലെ ആരോഗ്യവകുപ്പ്, DMO ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ അതീവ ജാഗ്രതയിലുള്ളത്. രോഗവ്യാപനം പരമാവധി വേഗത്തിൽ തന്നെ അടിച്ചമർത്താനുള്ള അല്ലെങ്കിൽ രോഗവ്യാപനം പരമാവധി വേഗത്തിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ളത്. പക്ഷേ പിജി പറഞ്ഞതുപോലെ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണ് നിലവിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എറണാകുളത്ത് ആരോഗ്യ മേഖലയിൽ ഉള്ളത്. പിജി ശരി, H1N1 രോഗം വ്യാപിക്കുന്നു എന്നുള്ളതാണ് എറണാകുളത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി അവിടെ നിന്ന് നിതിൻ പ്രഭാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. 11 പേരെ H1N1 സ്ഥിരീകരിച്ചിരിക്കുന്നു. 100-ലധികം പേർക്ക് രോഗലക്ഷണങ്ങളും ഉണ്ട്.